ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് റാലിക്ക് പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങളെല്ലാവരും റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി തന്നെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ എത്രയും വേഗം കാണുക. വീഡിയോയുടെ ലിങ്ക് സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിരിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ കൺസെൻറ്റ് ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു റാലിയിൽ പങ്കെടുക്കാനിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കയ്യിൽ കരുതിയിരിക്കേണ്ട സാധനങ്ങളാണ് പെൻസിൽ, എറൈസർ, ഷാർപ്പനർ, ഗ്ലൂ സ്റ്റിക്ക്, സ്റ്റാപ്ലർ, ബ്ലാക്ക് ആൻഡ് ബ്ലൂ ബോൾ പോയിൻറ്റ് പെന്ന് തുടങ്ങി ഇത്രയും സ്റ്റേഷനറി ഐറ്റംസ് നിങ്ങൾ കയ്യിൽ നിർബന്ധമായിട്ടും കരുതിയിരിക്കേണ്ടതാണ്. ഇനി അടുത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് വേണ്ടത് അറ്റസ്റ്റ് ചെയ്യാത്ത 10 പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. അതായത് 6 മാസത്തിന് അടുത്തടുത്തുള്ള 10 പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ചെസ്റ്റിൻ്റെ ലെവലിൽ ഒരു ബ്ലാക്ക് സ്ലേറ്റിൽ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ എന്നാണ് ഫോട്ടോ എടുത്തിട്ടുള്ള ആ ഒരു ഡേറ്റ് മെൻഷൻ ചെയ്തിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ഫോട്ടോ സ്വീകരിക്കുകയുള്ളൂ. ഫോട്ടോയിൽ, അതായത് ബ്ലാക്ക് സ്ലേറ്റിൽ വൈറ്റ് ചോക്ക് വെച്ചിട്ടാണ് നിങ്ങളുടെ പേരും അതുപോലെ തന്നെ എന്നാണ് ഫോട്ടോ എടുത്തിട്ടുള്ള ഡേറ്റും മെൻഷൻ ചെയ്തിരിക്കേണ്ടത്. ഇനി അടുത്ത രണ്ടാമതായിട്ട് വേണ്ടത് നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റാണ്. ഒറിജിനൽ സർട്ടിഫിക്കറ്റും 4 സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയുമാണ് നിങ്ങൾ റിക്രൂട്ട്മെൻറ്റ് പോകുമ്പോൾ കയ്യിൽ കരുതേണ്ടത്. അടുത്തതായിട്ട് വേണ്ടത് +2ൻ്റെ സർട്ടിഫിക്കറ്റാണ്, അല്ലെങ്കിൽ തത്തുല്യമാണ്. ഒറിജിനലും 4 സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും കയ്യിൽ കരുതുക. അടുത്തതായിട്ട് വേണ്ടത് BSc അല്ലെങ്കിൽ ഡിപ്ലോമ ഫാർമസി സർട്ടിഫിക്കറ്റ് ആണ്. ഇത് ഉള്ളവർ മാത്രം മതി. ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ മാത്രം ഈ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതിയിരുന്നാൽ മതി. ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും 4 സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും കയ്യിൽ കരുതിയിരിക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ആണ്. ഡൊമസൈൽ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും 4 സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും നിങ്ങൾ റിക്രൂട്ട്മെൻറ്റ് പോകുമ്പോൾ കയ്യിൽ കരുതിയിരിക്കേണ്ടതാണ്. ഇനി അടുത്തായിട്ട് വേണ്ടത് NOC സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരുന്നാൽ മതി. വർക്ക് ചെയ്യാത്തവർക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് പറയുന്നില്ല. ഇനി അടുത്തതായിട്ട് ഹാജരാക്കേണ്ട ഡോക്യുമെൻ്റ് ആണ് നിങ്ങൾ ഏതെങ്കിലും ഫോഴ്സിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ നിന്നോ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെന്നാണ് ആയിട്ടുള്ളവർ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പോകുമ്പോൾ കയ്യിൽ കരുതിയിരിക്കേണ്ടതാണ്. കൂടാതെ 4 സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും കയ്യിൽ കരുതിയിരിക്കേണ്ടതാണ്. ഇത് എല്ലാവർക്കും നിർബന്ധമായിട്ട് പറയുന്നില്ല. ഇത്തരത്തിൽ ഡിസ്ചാർജ് ചെയ്തിട്ടുള്ളവർ മാത്രം ഈ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി. ഇനി അടുത്തതായിട്ട് വേണ്ടത് NCC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ്. NCCയുടെ AO, BO, CO സർട്ടിഫിക്കറ്റ് ഉള്ളവർ അതിൻ്റെ ഒറിജിനലും 4 സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പോകുമ്പോൾ കയ്യിൽ കരുതിയിരിക്കേണ്ടതാണ്. ഇനി അടുത്തായിട്ട് വേണ്ടത് കൺസെൻറ്റ് ഫോമാണ്. അതായത് ഫിസിക്കൽ ടെസ്റ്റിനും അതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കൺസെൻറ്റ് ഫോമാണ്. ഈ ഒരു ഫോം നിങ്ങൾ റിക്രൂട്ട്മെൻറ്റ് റാലിക്ക് പോകുമ്പോൾ കയ്യിൽ കരുതിയിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും റാലിയിൽ പങ്കെടുപ്പിക്കുകയുള്ളൂ. ഈ ഒരു ഫോം എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം വേണ്ടവർ ഈ ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് കൺസെൻറ്റ് ഫോമിൻ്റെ പേപ്പർ. ആകെ ഒരു പേജാണ് വരുന്നത്. ഇത് ജസ്റ്റ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ്. 18 വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ പേരൻസ് അല്ലെങ്കിൽ ഗാർഡിയനാണ് ഫില്ല് ചെയ്യേണ്ടത്. 18 വയസ്സ് കഴിഞ്ഞവർക്ക് ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ ഇതിൽ ആദ്യത്തെ ഡാഷിൽ നിങ്ങളുടെ പേര് എഴുതുക, രണ്ടാമത്തെ ഡാഷിൽ നിങ്ങളുടെ ഫാദർ അല്ലെങ്കിൽ ഗാർഡിയൻ്റെ പേര് എഴുതുക, അടുത്ത മൂന്നാമത്തെ ഡാഷിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക. ഇത്തരം കാര്യങ്ങളാണ് ആ ഒരു സെക്ഷനിൽ നിങ്ങൾ എഴുതേണ്ടത്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ സിഗ്നേച്ചർ എന്ന സെക്ഷൻ കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചർ എടുക്കുക. അതിനുശേഷം ഗാർഡിയന് അല്ലെങ്കിൽ പേരൻറ്റ് അല്ലെങ്കിൽ കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചറിൻ്റെ സെക്ഷൻ കാണിച്ചിരിക്കുന്നതാണ്. അവിടെ സൈൻ ചെയ്യുക. 18 വയസ്സിന് താഴെയാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളുടെ പേരൻറ്റ് അല്ലെങ്കിൽ ഗാർഡിയൻ ആയിരിക്കും അവിടെ സൈൻ ചെയ്യേണ്ടത്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ റിലേഷൻഷിപ്പ് വിത്ത് കാൻഡിഡേറ്റ് ചോദിക്കുമ്പോൾ അത് നിങ്ങളുടെ ഫാദർ ആണെങ്കിൽ ഫാദർ ചെയ്യുക, അതല്ല മറ്റേതെങ്കിലും റിലേഷൻ ആണെങ്കിൽ അത് അവിടെ എഴുതുക. അതിനുശേഷം തൊട്ട് താഴെ ഡേറ്റ് എഴുതുക. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിൽ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ റാലിക്ക് പോകുന്നവർ നിർബന്ധമായിട്ടും കൺസെൻറ്റ് ഫോമും ഫില്ല് ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. ഈ ഒരു ഫോം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് റാലിയിൽ പങ്കെടുപ്പിക്കുകയുള്ളൂ. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് റാലിക്ക് പോകുമ്പോൾ കയ്യിൽ കരുതേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ ഡീറ്റെയിൽഡ് വീഡിയോ കാണുക. വീഡിയോ ലിങ്ക് സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.